അരികിൽ വന്നിരിക്കുന്നവളെ അറിഞ്ഞെങ്കിലും അവളെ നോക്കാനോ മിണ്ടാനോ ഒന്നും മുതിർന്നില്ല ശിവ. പിണക്കവും പരിഭവവും കൊണ്ട് ആമുഖം വീർത്ത് കേട്ടിട്ടുണ്ട്. തുമ്പിക്ക് ശരിക്കും ചിരിയാണ് വന്നത്. ശരിക്കും താൻ അവനെ എതിർത്തതല്ലേ? അവന് സ്വന്തമാകാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടുമല്ല, ദർശന്റെ മാത്രം വേദി അവൻ മനസ്സും ശരീരവും ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു പെണ്ണിന് തോന്നുന്ന നാണം അത് തനിക്കുണ്ടാവില്ലേ? അതിനെയും എതിർപ്പെന്ന് കരുതി പിണങ്ങി വന്നിരിക്കുന്നവനോട് എന്ത് പറഞ്ഞിണങ്ങും? ദർശ, ദർശ. ശിവ. ഒരു നിമിഷം ഞെട്ടലോടെ അവളെ നോക്കിപ്പോയവൻ കൂർമ്പ് പിടിച്ചൊരു ചിരിയോടെ നോക്കിയിരിക്കുന്നുണ്ട് പെണ്ണ്. നീളമുള്ള മുടിയിഴകൾ ഒന്നാകെ വാരി ബൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. നെറ്റിയിലെ സിന്ദൂരം വിയർപ്പിൽ പടർന്നു കിടക്കുന്നു. ആ നീലമിഴികൾക്ക് തിളക്കം ഏറിയതുപോലെ. എന്താ ശിവ? ദർശൻ. പിണക്കം മറന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിയവൻ. എല്ലാവരും ശിവയെന്നല്ലേ വിളിക്കുന്നേ? എല്ലാവരെയും പോലെയാണോടി നീ എനിക്ക്? അലറിക്കൊണ്ട് ചോദിക്കുന്നവനെ ഉള്ളു വിങ്ങുന്ന പ്രണയത്തോടെ നോക്കിയിരുന്ന് പോയി തുമ്പി. അവൻ്റെ ഇത്തരം പിടിച്ച അടക്കലുകളോട് വല്ലാത്തൊരു ഭ്രാന്താണ് അവൾക്ക്. ഒരു സ്വപ്നമായിരുന്നു ആർക്കും സ്വന്തമാകാത്ത ഒന്നും തനിക്ക് മാത്രമായി സ്വന്തമാകണമെന്ന്. മുന്നിലിരിക്കുന്നവനാണത്. അവൻ്റെ സ്നേഹവും കരുതലും പ്രണയവും വാശിയും എല്ലാം തൻ്റെ സ്വന്തമാണ്. ശിവ, എനിക്ക് ദേഷ്യം വരും വേദ. വന്നോട്ടെ, എന്നാലും വിളിക്കും ശിവ. വീണ്ടും അവളത് ആവർത്തിച്ച നിമിഷം പിൻതലയിൽ പിടിച്ച് അവളുടെ അതിരങ്ങളിൽ ഒന്നാകെ കടിച്ചു നുണഞ്ഞു ശിവ. മിഴികൾ അടച്ച ചുണ്ടിനെ നുണഞ്ഞു വലിക്കുന്നവൻ പതിയെ അവളുടെ മിഴികളും കോമ്പി അടഞ്ഞു. വിരലുകൾ അവൻ്റെ തോളിലും ഇടുപ്പിലുമായി മുറുകി. നാവുകൾ തമ്മിൽ കുതിർത്തു വലിച്ചതും ഒന്നേങ്ങിക്കൊണ്ട് അവൻ്റെ നെഞ്ചോടൊട്ടിയവൾ ഒരു കൈയാൽ അവളെ വാരിയെടുത്ത ചുണ്ടുകൾ വേർപെടുത്താതെ തന്നെ മടിയിലേക്ക് ഇരുത്തി ശിവ. കൈകൾ അവളുടെ കവിളിലും കഴുത്തിലുമായി മുറുകി. ശ്വാസം വിലങ്ങി കുഴഞ്ഞു പോകുമെന്ന് തോന്നിയ നിമിഷം തുമ്പേവിൻ്റെ നെഞ്ചിൽ പിടിച്ച് തള്ളി. ഇത്തിരിയൊന്ന് ബലം പിടിച്ചെങ്കിലും ചെക്കനെന്ന് അയഞ്ഞു കൊടുത്തു. കൊല്ലുവോ എന്നെ? കൊല്ലട്ടെടി. തൻ്റെ ഉമ്മിനീരിന്നലെ കുതിർന്ന ചുണ്ടിൽ വിരൽ കൊണ്ട് തഴുകിയാണ് അവൻ്റെ ചോദ്യം. അവളുടെ കണ്ണൊന്ന് പിടിച്ചു. മുഖത്തേക്ക് ചുടുരക്തം ഇരച്ചു കയറി. വിടർന്ന കണ്ണുകളോടെ അവൻ ആ കാഴ്ച നോക്കി നിന്നു. ഇനിയും എതിർക്കുവോ? അതും എതിർപ്പൊന്നുമല്ല, പറഞ്ഞിട്ട് തുമ്പി മുഖം കുനിച്ചു. പിന്നെ ചോദിച്ചുകൊണ്ട് അവനും ആ മുഖത്തേക്ക് നോക്കി. കണ്ണുകളിൽ വല്ലാത്തൊരു തിളക്കമാണ്. അവൾ പറയാൻ പോകുന്ന കാര്യം കേൾക്കാനുള്ള കൊതിയും. അത് പിന്നെ ഒന്നുമില്ല. തുമ്പിയുടെ ചുണ്ടിൽ ശിവയെ മയക്കും വിധം ഒരു പുഞ്ചിരി തെളിഞ്ഞു. പറയടി. പിണക്കമൊക്കെ മറന്ന് ആള് ഫോമിലായിട്ടുണ്ട്. ചുവന്ന് തൊടുത്ത അവളുടെ മുഖത്ത് മാത്രമാണ് അവൻ്റെ നോട്ടം മുഴുവനും. ഒരുവളിലാണ് അവൻ്റെ ലോകം. അവളില്ലാതെ, അവളെ കാണാതെ ഒരു നിമിഷം പോലും വയ്യ. അത്രമേൽ വേറിട്ട് പോയിരിക്കുന്നു. വേദ, എനിക്ക് എന്തൊക്കെ തോന്നിപ്പോകുന്നു ദർശ. ശ്വാസം വിലങ്ങും പോലെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ കഴുത്തിലേക്ക് മുഖം അമർത്തി വെച്ച് തുമ്പി. ശിവയുടെ ഉള്ളിൽ ഒരു മിന്നൽ പാഞ്ഞു. നീ എന്നെ തൊടുമ്പോൾ, ഇങ്ങനെ നോക്കുമ്പോൾ എനിക്ക് വാക്കുകളില്ലാതെ മൗനമായവൾ. അവനും പറയാതെ പറയുന്ന പ്രണയമായിരുന്നു ഇരുവരിലും. പിണക്കവും മിണക്കവും അതിലേറെ പ്രണയവും നിറഞ്ഞ അവരുടെ ലോകം. തുമ്പി, ഇനിയും വന്നില്ലല്ലോ? ആദ്യമാണ്. അതേ ചോദ്യം തന്നെ ബാക്കിയുള്ളവരിലുമുണ്ട്. വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞത് ചേച്ചി അവിടെ സാരിയൊക്കെ ഉടുപ്പിച്ച് വിട്ടതാണെന്നാ. നന്ദുവും കൂടി പറഞ്ഞതും ബാക്കിയുള്ളവരും ആലോചനയോടെ നിന്നു. ജാൻവിക്ക് മാത്രം അടങ്ങാത്ത ദേഷ്യമാണ് തോന്നിയത്. തുമ്പി വരാതെ പ്ലാൻ ചെയ്തതൊന്നും ഇനി നടക്കാൻ പോകുന്നില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. നിരാശയോടെ അവർക്കിടയിൽ നിന്നു പോയവൾ, ദൈവം നിനക്ക് ഈ ഒരു ദിവസം കൂടി ആയുസ് നീട്ടി തന്നിരിക്കുവാണെന്ന് തോന്നുന്നു. പക്ഷേ കാര്യമില്ല വേദലക്ഷ്മി. എന്നായാലും എപ്പോഴായാലും ഈ ട്രാപ്പിൽ നീ വീഴും. ഒരു ഡെവിൾ ഡോണും നിന്നെ രക്ഷിക്കാനാവില്ല. പുച്ഛത്തോടെ ഓർത്തുകൊണ്ട് കയ്യിലെ ഫോൺ മുറുക്കെ പിടിച്ചു ജാൻവി. എന്നെ വിട്ടേ ദർശ, നിന്റെ കാല് വേദനിക്കും. മടിയിലും കുതിര ഇറങ്ങാൻ നോക്കുന്നവളെ ഒന്നുകൂടി അടക്കി പിടിച്ചു ശിവ. തുമ്പിക്ക് അവനെ നോക്കാൻ പോലും ആവുന്നുണ്ടായിരുന്നില്ല. നിനക്ക് എന്താ പറ്റിയ വേദ? ചുണ്ടോളം തുളുമ്പിയെത്തിയ പുഞ്ചിരി അടക്കി പിടിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. പിടയ്ക്കുന്ന കണ്ണുകളോടെ അവൾ ആ മുഖത്തേക്ക് നോക്കി. എന്തിനോ ഒരു നാണം വന്ന് പൊതിയുന്നുണ്ട് അവളെ. സ്വാഭാവികം എന്നതുപോലെ പെരുമാറി അതിനെ മറികടക്കാനുള്ള ശ്രമമാണ് അവളിൽ. അതവനും മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചോദ്യം പോലും അവനിൽ നിന്നുമുണ്ടായത്. എന്തോ കണ്ടുപിടിച്ചതുപോലെ ചിരിക്കുന്നവനെ കണി തുമ്പിയുടെ മുഖം ഒന്ന് വീർത്തു. പറയണോ എനിക്ക് എന്താണെന്ന്? അത്ര നേരം ഉണ്ടായിരുന്ന ഭാവം പാടെ മാഞ്ഞുകൊണ്ട് വശ്യമായ ഒരു ചിരിയോടെയാണ് അവളുടെ ചോദ്യം. ശിവയുടെ കണ്ണുകളും ഒന്ന് തിളങ്ങി. ഈ വേദയോട് അവനടങ്ങാത്ത ഒരുതരം മോഹമാണ്. പ്രണയം അതിൻ്റെ തീവ്രതയിൽ എത്തി നിൽക്കുന്ന ആ സമയം. എനിക്ക് നിന്നെ കടിച്ചങ്ങ് തിന്നാൻ തോന്നിപ്പോകുന്നുണ്ട് ദർശ. അവൻ്റെ നിറകയിൽ അവളുടെ ചുണ്ടുകൾ അമർന്നു. ആ പിന്നെ അവളുടെ വാക്കുകൾ കേൾക്കാനുള്ള തീവ്രമായ മോഹം. പിന്നെ ഉമ്മ വയ്ക്കാൻ. എന്നിട്ടോ?
എന്നിട്ട് ഈ വികൃതിയെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാൻ തോന്നും. പറയുന്നതിനൊപ്പം തന്നെ അവനെ ഇറക്കി പുണർന്നുകൊണ്ട് തോളിലേക്ക് മുഖം അമർത്തി വെച്ച് തുമ്പി. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ് ദർശ. എന്നിലുമേറെ ഈ ലോകത്തിൽ ഈ ജന്മം നിന്നോളം വലുതായി എനിക്കൊന്നുമില്ല. അത്രയും ഇഷ്ടമാണ്. പറയുമ്പോൾ അവളെയും കേൾക്കുമ്പോൾ അവൻ്റെയും കണ്ണുകൾ നിറഞ്ഞു. കരയല്ലേ, നിന്റെ കണ്ണ് നിറയുന്നതൊന്നും എനിക്ക് സഹിക്കില്ല. പറയുന്നതിനൊപ്പം ഇരുമിഴികളും അമർത്തി ചുംബിച്ചവൾ. വെറുതെ അവളെ നോക്കിയിരുന്നതേയുള്ളൂ ശിവ. അവളുടെ കണ്ണിൽ കാണുന്ന പ്രണയം, കരുതൽ, വാത്സല്യം എല്ലാം അത്രയും ഇഷ്ടത്തോടെ നോക്കിക്കണ്ടു. എല്ലാത്തിൻ്റെയും ഒരു എക്സ്ട്രീം വെർഷൻ. അതിനായിരുന്നു അവൻ്റെ ഈ പിടിച്ചടക്കലുകൾ അത്രയും. വാശി കാണിച്ചും സ്വാർത്ഥത കാണിച്ചും അതിലേറെ പ്രണയം കൊണ്ടും അവളെ തോൽപ്പിച്ച് കളഞ്ഞവൻ നേടിയെടുത്തതാണ് ഇവളെ. ശരിക്കും ഭ്രാന്തനാണ് അവൻ. അവൻ്റെ ചിന്തകളും പ്രവൃത്തികളും അത്രയും വിചിത്രമാണ്. ഒരു മനുഷ്യനെ ഇത്രയും ഭ്രാന്തനാക്കണമെങ്കിൽ അത് പ്രണയം കൊണ്ട് മാത്രമേ സാധിക്കൂ. ആ വാക്കുകൾ അനർത്ഥമാക്കുന്നത് പോലെയായിരുന്നു അവനും അവൻ്റെ പ്രണയവും. ഇവിടെ തോറ്റുപോയതും മാറ്റങ്ങൾ വന്നു ചേർന്നതും അവളിലാണ്. അതും അവൾ പോലും അറിയാതെ. എല്ലാടെയും ചെല്ലക്കുട്ടിയായി വളർന്ന തുമ്പീന്ന് ദർശനെ മാത്രമേ കാണുന്നുള്ളൂ. അവൻ്റെ പ്രണയവും സ്നേഹവും മാത്രമേ അറിയുന്നുള്ളൂ. ബാക്കിയെല്ലാം വിസ്മരിച്ചു പോയിരുന്ന തുമ്പി. എല്ലാടെയും തുമ്പിയിലും ദർശന് മാത്രം വേദിയിലേക്കുള്ള മാറ്റം. അവൻ അത്രമേൽ ഹർഷത്തോടെയായിരുന്നു അതിനെ നോക്കിക്കണ്ടത്. ദർശ, മേക്ക് മീ കംപ്ലീറ്റ്. കാതുരം ചുണ്ടുകൾ അമർത്തി ചുംബിച്ചുകൊണ്ടുള്ള അവളുടെ വാക്കുകൾ. മിഴികൾ ഇറുക്കി അടച്ചു പോയവൻ. നെഞ്ചിലൊരു മിന്നൽ. രക്തം ചൂട് പിടിച്ച് തിളയ്ക്കും പോലെ അവളുടെ വാക്കുകൾ അവനിൽ തീർത്തത് ഒരു ലോകമാണ്. പ്രണയം മാത്രമുള്ള ലോകം. ഒരിക്കലും അഭിനിവേശത്തോടെ അവൻ അവളെ നോക്കിയിട്ടില്ല, ഇനി നോക്കുകയുമില്ല. ഒരിക്കൽ അവൻ പറഞ്ഞതുപോലെ, എനിക്ക് നിന്നോട് തോന്നുന്നതൊക്കെയും പ്രണയമാണ് വേദ. കൈക്കുള്ളിൽ ഒതുങ്ങിക്കിടന്ന് ഈ മച്ചിമാതെ തന്നെ നോക്കുന്നവളുമായി അകത്തേക്ക് കയറുമ്പോൾ അവനിലും അവളിലും ഒരുപോലെ അലയടിച്ച വാക്കുകളും അതുതന്നെയായിരുന്നു. നേർത്തൊരു ചിരിയോടെ തിളങ്ങുന്ന നീലമിഴികളുമായി തന്നെ നോക്കുന്നവളെ നെറുകിയിലെ ചുവപ്പിൽ ചുണ്ടുകൾ അമർത്തി വെച്ചു ശിവ. ഇരുവരുടെയും മിഴികൾ ഒരനുഭൂതിയിൽ എന്നതുപോലെ കൂമ്പിയടഞ്ഞു. ഐ ആം ഇൻസൈൻ. കാതുരം അവൻ മന്ത്രിക്കുമ്പോൾ അവളുടെ കൈകൾ അവനിൽ മുറുകി. മീറ്റു. തിരിച്ചും അതുപോലെ തുമ്പി മറുപടി നൽകിയതും അവളെ ഒന്നാകെ വാരിപ്പുണർന്നുകൊണ്ട് ബെഡിലൂടെ ഒന്നുരണ്ട അവൻ അവളെ തനിക്ക് മുകളിലാക്കി. നേരെ കിതപ്പ് രണ്ടുപേരിലും ഉണ്ടായിരുന്നു. ചുണ്ടോളം വന്ന് നിറഞ്ഞ പുഞ്ചിരിയോടെ പാതി തുറന്നിട്ട ഷട്ടിലൂടെ കാണുന്ന അവൻ്റെ നഗ്നമായ നെഞ്ചിൽ കവളുകൾ അമർത്തി വെച്ച് കിടന്ന തുമ്പി. അവൻ്റെ വിരലുകൾ അവളുടെ കെട്ടിവെച്ച മുടി ഒന്നാകെ അഴിച്ചു വിടർത്തിയിട്ടു. വേദ. വല്ലാത്തൊരു ഭാവത്തിലുള്ള അവൻ്റെ വിളി. ശ്വാസം നിലച്ചു പോകും എന്നതുപോലെ അവളുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. അടുത്ത നിമിഷം അവളെ നെഞ്ചിൽ നിന്നും പിടിച്ചുയർത്തിക്കൊണ്ട് ആ ആദരങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ഒന്ന് വിറച്ചുകൊണ്ട് അവൾ അവനിൽ പിടിമുറുക്കി. ബെഡിലേക്കായി അവളെ പൂർണ്ണമായും അമർത്തി വെച്ചുകൊണ്ട് അവൻ അവളെ നുകർന്നു. തുമ്പിയുടെ വിരലുകൾ അവൻ്റെ മുടിയിഴകൾക്കിടയിൽ ചെന്നൊളിച്ചു. മാറുകൾ അവൻ്റെ നെഞ്ചിൽ ഞെരിഞ്ഞമർന്നു. പ്രാണൻ കവർന്നെടുക്കുന്നത് പോലെ ഒരു ചുംബനം. പൂർണ്ണമായും അവളെ തളർത്തി കളഞ്ഞവൻ കിതപ്പോടെ അകന്നു മാറി ആ കഴുത്തിലേക്ക് മുഖം അമർത്തിയതും പിടഞ്ഞുകൊണ്ട് അവൻ്റെ മുടിയിൽ അവളുടെ വിരലുകൾ മുറുകി. ചുംബിച്ചും നുണഞ്ഞും അവൻ്റെ മുഖം കഴുത്തിൻ്റെ ഓരോ കോണിലും പതിഞ്ഞു തുടങ്ങിയതും അവളിൽ നിന്നും നേർത്ത ശബ്ദങ്ങൾ ഉയർന്നു തുടങ്ങി. എപ്പോഴും അവൻ്റെ ഭാരം തന്നിൽ നിന്നും അകലുന്നത് അറിഞ്ഞതും വിടാൻ മനസ്സില്ലാതെ അവനിൽ അവളുടെ പിടി മുറുകി. ലെറ്റ് മീ ടേക്ക് ഓഫ് ദിസ് വേദ. ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു മാറ്റിയവൻ ഷർട്ടിൻ്റെ ബട്ടൺ പൂർണ്ണമായും അഴിച്ചു മാറ്റുന്നവനെ കാണി നാണത്തോടെ ബെഡിലേക്ക് മുഖം അമർത്തി വെച്ചവൾ. അവനൊന്ന് ചിരിച്ചു. പുറം മറിഞ്ഞു കിടക്കുന്ന കനത്ത മുടിയിഴകളെ ഒന്നാകെ പിടിച്ചു ഒതുക്കിക്കൊണ്ട് അവളുടെ പുറം കഴുത്തിൽ അവൻ്റെ ചുണ്ടുകൾ അമർന്നു. മിഴികൾ ഇറക്കി അടച്ച് ബെഡിൽ പിടിമുറുക്കിയവൾ. ശരീരം അത്രയും തളർന്നു പോകുന്നത് പോലെ നഗ്നമായ പുറത്ത് അവൻ്റെ ചുണ്ടുകളുടെ ചലനം. ചുണ്ടുകൾ കടിച്ചു വികാരം നിയന്ത്രിക്കാൻ ഒരു വേള ശ്രമിച്ചു നോക്കി. ഒട്ടും സഹിക്കാതെ വന്നതും തിരിഞ്ഞു കിടന്ന് അവനെ ആഞ്ഞു പുണർന്ന് കിതച്ചു പോയവൾ. ഇപ്പോഴേ തളർന്ന വിധ. കിതയ്ക്കുന്നവളെ അടക്കി പിടിച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. അവളുടെ ഹൃദയം മിടിക്കുന്നത് അവൻ അറിയുന്നുണ്ട്. എനിക്ക് ഉള്ളതൊന്നും ഞാൻ കണ്ടിട്ടില്ല വേദ. എനിക്കതെല്ലാം കാണണം, തൊടണം, ചുംബിക്കണം. പിന്നെ വീണ്ടും എന്തോ പറയാൻ തുടങ്ങുന്നവൻ്റെ ചുണ്ടുകളിൽ കൈവച്ച് തടഞ്ഞു തുമ്പി. അവൻ്റെ വാക്കുകൾ തീർത്ത ആലസ്യത്തിൽ ചുവന്നു പോയ അവളുടെ മുഖം. ആ മുഖത്തിൻ്റെ ഓരോ കോണിലും അവൻ്റെ ചുണ്ടുകൾ അലഞ്ഞു. തോളിൽ കുത്തിവെച്ച പിന്നിൽ അവൻ്റെ പിടി വീണതും മിഴികൾ ഇറക്കി അടച്ചു പോയവൾ. മാറിൽ നിന്നും അവൻ സാരി പൂർണ്ണമായും അടർത്തി മാറ്റുമ്പോൾ തുമ്പിയുടെ വിരലുകൾ ബെഡ്ഷീറ്റിൽ മുറുകി. ബ്ലൗസിലും ഇന്നറിലും കൂടി അവൻ്റെ പിടി മുറുക്കിയതും അവനെ ഒന്ന് തടയാൻ പോലും ആവാത്ത വിധം തളർന്നു പോയവൾ. ശരീരത്തിലേക്ക് അരിച്ചിറങ്ങുന്ന തണുപ്പിൽ പൂർണ്ണമായും
അരയ്ക്ക് മുകളിൽ നഗ്നയാണെന്ന് അവൾ അറിഞ്ഞു. ശിവയുടെ കണ്ണുകൾ അത്രയും കൊതിയോടെ ആ കാഴ്ചകൾ ഒപ്പിയെടുത്തു. വെളുത്ത് ചുവന്ന അവളുടെ ശരീരം ഒരു പുതപ്പ് പോലെ അവളിലേക്ക് ചാഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ആ ആദരങ്ങൾ കവർന്നു. നഗ്നമായ ഉടലുകൾ തമ്മിൽ ആദ്യമായി ചേർന്നതിൻ്റെ വിറയൽ ഇരുവരും ഒരുപോലെ അനുഭവിച്ചറിഞ്ഞു. ഇളം ചൂടുള്ള അവളുടെ മേനി ദൃഢമായ അവൻ്റെ ശരീരത്തിനുള്ളിൽ ഒതുങ്ങി. ഏറെ നേരം നീണ്ടുനിന്ന ചുംബനം അവസാനിപ്പിച്ചുകൊണ്ട് ശിവയുടെ ചുണ്ടുകളും കൈകളും അവളുടെ മാറിൽ ഒരുപോലെ അലഞ്ഞു. ശരീരത്തിൽ ശേഷിക്കുന്ന വസ്ത്രങ്ങൾ കൂടി അഴിച്ചു മാറ്റി അവനുള്ളതൊക്കെയും സ്വന്തമാക്കുമ്പോൾ സഹിക്കാനാവാതെ പലതവണ അവൻ്റെ പേര് വിളിച്ചു പോയവൾ. തമ്മിൽ കാണാത്ത അറിയാത്ത ഒന്നും ഇരുവരിലും ഇല്ലാതെ വന്നൊരു നിമിഷം അവളിലേക്ക് പൂർണ്ണമായും അവനെ നിറച്ചു. വേദന സഹിക്കാനാവാതെ അവളൊന്ന് പിടഞ്ഞുപോയി. അവൻ്റെ വിരലുകൾ കൂടി അവിടെ അലഞ്ഞു. നോവുകൾക്കിടയിലും അവൻ നൽകുന്ന അനുഭൂതിയിൽ വേദന സുഖത്തിന് വഴിമാറുന്നത് അവൾ അറിഞ്ഞു. തുമ്പിയുടെ കൈകളും കാലുകളും ഒരുപോലെ അവനെ ചുറ്റി വരിഞ്ഞു. പതിയെ ഉള്ളവൻ്റെ ചലനത്തിൻ്റെ വേഗതമേറി. ഇരുവരുടെയും കിതപ്പും നിശ്വാസവും ഉയർന്നു. വിയർപ്പുകൾ തമ്മിൽ കൂടിക്കലർന്നു. ഒടുക്കം ഒരുപോലെ വെട്ടി വിറച്ച് തളർന്നു വീഴുമ്പോൾ ഉടലും ഉയരും ഒരുപോലെ ഒന്നു ചേർന്നതിൻ്റെ നിർവൃതി ഇരുവരുടെ ചുണ്ടിലും തെളിഞ്ഞു. ഏറെ നേരത്തെ മയക്കത്തിന് ശേഷം കണ്ണുകൾ ചിമ്മി തുറന്നവൻ തുമ്പിയെ എവിടെയും കാണാതെ വന്നതും അവൻ്റെ കണ്ണുകളൊന്ന് കുറുകി. അവൾ ഉടുത്തിരുന്ന സാരി കൊണ്ട് തന്നെ പുതപ്പിച്ചിട്ടുണ്ട് പെണ്ണ്. കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഓർമ്മയിൽ അവനിൽ ഒരു പുഞ്ചിരി വിടർന്നു പോയി. ബെഡിൽ സൈഡിലായി മടക്കി വെച്ചിരുന്ന പാൻറ് കണ്ടതും എടുത്തിട്ടവൻ. നേരത്തെ അലക്ഷ്യമായി എറിഞ്ഞെടുത്ത് അവളായിരിക്കും എടുത്ത് മടക്കി വെച്ചതെന്നവന് മനസ്സിലായി. കൈവച്ച് മുടിയെന്ന് ഒതുക്കി വെച്ച് പുറത്തേക്ക് ഇറങ്ങിയതും കണ്ടു മുന്നിലെ കായിലേക്ക് കണ്ണും മെയ്തിരിക്കുന്നവളെ. താനിട്ടിരുന്ന ഷർട്ടാണ് അവളുടെ വേഷമെന്നറിയേ അവനിൽ ഒരു ചിരി വിരിഞ്ഞുപോയി. സാരി എടുത്ത് ചുറ്റാൻ അറിയാത്തത് കൊണ്ടാകും അതെടുത്തിട്ടത് എന്ന് തോന്നിയവന്. ഇടുപ്പോളം വരുന്ന മുടിയിഴകൾ കാറ്റിൽ പാറിക്കളിക്കുന്നു. വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പോയവന് ചുണ്ടിലോറിയ ചിരിയോടെ തന്നെ അവൾ കരികിലേക്ക് നടന്നു. സിമന്റ് ബെഞ്ചിലെ കൈവശ മുഖം അതിലേക്ക് ചേർത്ത് വെച്ചിരിപ്പാണ് തുമ്പി. കഴിഞ്ഞുപോയ നിമിഷത്തിൻ്റെ ബാക്കി പത്രം എന്നതുപോലെ അവളുടെ കവിളുകൾക്ക് കുങ്കുമ വർണ്ണമായിരുന്നു. മുഖത്തേക്ക് പാറി വീഴുന്ന മുടിയിഴകൾ കൈവച്ചെന്ന് ഒതുക്കി വെച്ചവൾ. അഴിഞ്ഞുലഞ്ഞ മുടിയിഴകളിൽ പോലും അവൻ്റെ ഗന്ധമാണ്. തന്നിൽ മുഴുവനും അതേ സുഗന്ധമാണ്. അടുത്താരും വന്നിരിക്കുന്നത് പോലെ തോന്നിയതും തുമ്പി മുഖം ഉയർത്തി നോക്കി. ചുണ്ടിലൂറിയ പുഞ്ചിരിയോടെ തന്നെ നോക്കിയിരിക്കുന്നവൻ ഷർട്ടിടാത്തത് കൊണ്ട് തന്നെ അവൻ്റെ ശരീരത്തിൽ പതിഞ്ഞിരിക്കുന്ന തൻ്റെ കൈകൾ തീർത്ത പാടുകൾ കാണാം. ഒരു നിമിഷം ഈ സന്ദർഭത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലായിരുന്നു തുമ്പി. പരസ്പരമുള്ള പങ്കുവെക്കലിന് ശേഷമുള്ള നിമിഷങ്ങൾ അധികമൊന്നും അവളെ ചിന്തിച്ചു കൂട്ടാൻ അനുവദിക്കാതെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് മടിയിലേക്ക് ഇരുത്തിയവൻ. തുമ്പിന്ന് പിടഞ്ഞത് അവൻ അറിഞ്ഞു. ആറിയൊക്കെ കാതോരം വന്ന് പതിക്കുന്ന അവൻ്റെ ശ്വാസം. ഒന്ന് മൂളാൻ പോലും ആവാതെ തലയൊന്നനക്കിയതേയുള്ളൂ തുമ്പി. വൈ ദിസ് ഹെസിറ്റേഷൻ വേദ? ഞാനല്ലേ? അവളുടെ മുഖം തനിക്ക് നേരെ പിടിച്ചു വെച്ചുകൊണ്ടാണ് അവൻ്റെ ചോദ്യം. മിഴികൾ ഉയർത്തി ആ മുഖത്തേക്ക് ഒന്ന് നോക്കി തുമ്പി. അവൻ്റെ കണ്ണുകൾ പോലും ചിരിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പോയി ആ നിമിഷം. വല്ലാത്തൊരു സന്തോഷമാണ് അവനിൽ. അവൻ്റെ മാത്രമായത് എന്തോ അവന് പൂർണ്ണമായും സ്വന്തമായതിൻ്റെ സന്തോഷം. ഒരു മനുഷ്യന് ഇത്രയും ഒരാളോട് ഭ്രാന്ത് തോന്നിപ്പോകുമോ എന്നോർത്തുപോയി തുമ്പി. അവൻ്റെ പ്രണയം, സ്നേഹം, കരുതൽ, വാത്സല്യം എല്ലാം തനിക്ക് മാത്രം സ്വന്തമാണ്. എന്തിന് ഈ ചിരി പോലും തന്നോട് മാത്രമാണ്. ഓർക്കുന്തോറും അത്രയും പ്രണയം തോന്നിപ്പോയി അവൾക്ക്. വട്ട് യു ഹാവ് ഡൺ ടു മീ സോ ദാറ്റ് ഐ ക്യാൻ സ്റ്റോപ്പ് ടച്ചിങ് യു. പറയുന്നതിനൊപ്പം തന്നെ അവൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് അമർന്നു. മിഴികൾ ഇറക്കിയടച്ച് അവൻ്റെ മുടിയിൽ കൈ കുരുത്തു വലിച്ചു പോയവൾ. അവൻ്റെ നോട്ടവും വാക്കുകളും ഒരുപോലെ തന്നെ വിവശയാക്കുന്നു. അവനിലും ഏറെ ഭ്രാന്ത് നിറയുന്നത് തന്നിലാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. ദർശ, നമുക്ക് പോവണ്ടേ? എനിക്കെങ്ങും പോവാൻ തോന്നില്ല വേദ. എങ്ങും പോവണ്ട, നിന്നെയും വിടില്ല. പറയുന്നതിനൊപ്പം അവളുടെ കഴുത്തിൽ പല്ലുകൾ ആഴ്ത്തി നിന്നുണഞ്ഞവൻ. ദർശ, നീ എന്നെ എത്ര തവണ നേരത്തെ ഇങ്ങനെ വിളിച്ചെന്നറിയോ? മുഖമൊന്നുയർത്തി അവളെ കുറുമ്പോടെയെന്ന് നോക്കിയവൻ. ആ നീലമിഴികൾ ഒന്ന് കുറുകിയിട്ടുണ്ട്. അവരൊന്ന് ചിരിച്ചു. 45 തവണ. യു കീപ് കൗണ്ട്? കണ്ണും വീഴ്ചയുണ്ടാണ് അവളുടെ ചോദ്യം. യു ആർ മൈൻ വേദ. അവളുടെ ചോദ്യത്തിന് അത്രമാത്രമായിരുന്നു അവൻ്റെ മറുപടി. അതിലുണ്ടായിരുന്നു എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം. ആർ യു ഇൻസൈൻ? ചോദിക്കാതിരിക്കാൻ അവൾക്കാകുമായിരുന്നില്ല. ഓഫ് കോഴ്സ് ഐ ആം. പറയുന്നതിനൊപ്പം തന്നെ അവളെ അങ്ങനെ എടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നവൻ പ്രണയത്തിൽ കുതിർന്ന ഒരു പുഞ്ചിരിയോടെ അവൻ്റെ തോളിൽ മുഖം വെച്ച് കിടന്നു തുമ്പി.